നമസ്കാരം. തുലാം രാശിക്കാരുടെ പുതുവർഷഫലം. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി നക്ഷത്രം, വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദം അടങ്ങുന്ന തുലാക്കൂറ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് ഈ ഒരു വർഷം, അതായത് 1200 ചിങ്ങമാസം 1-ാം തീയതി മുതൽ 1200 കർക്കിടക മാസം 31-ാം തീയതി വരയ്ക്കുള്ള കാലഘട്ടത്തിൽ 2025 മെയ് മാസം 14-ാം തീയതി വരയ്ക്ക് വ്യാഴം ചാരവശാൽ 8-ലും, അതിനുശേഷം 9-ലും, 2025 മാർച്ച് 29-ാം തീയതി വരയ്ക്ക് ശനി ചാരവശാൽ 5-ലും, അതിനുശേഷം 6-ലും, 2025 മെയ് മാസം 18-ാം തീയതി വരയ്ക്ക് രാഹു ചാരവശാൽ 6-ലും, അതിനുശേഷം 5-ലും, കേതു 2025 മെയ് മാസം 18-ാം തീയതി വരയ്ക്ക് 12-ലും, അതിനുശേഷം 11-ലും സഞ്ചരിക്കുന്നതായതുകൊണ്ട് പ്രായേണ ഈ ഒരു വർഷം ഗുണദോഷങ്ങളിൽ കുറച്ച് ഗുണാധിക്യം കൂടുതലുള്ള കാലമായിട്ട് പൊതുവെ കാണുന്നുണ്ട്. ഗൃഹത്തിൽ സന്തോഷം ഉണ്ടാവുക, ഗൃഹപുഷ്ടി ഉണ്ടാവുക, ധനധാന്യ വർധനവുണ്ടാവുക, ഉയർന്ന വിദ്യാപരിജ്ഞാനം സ്വായത്തമാക്കുക, ഭൂമി ലാഭം ഉണ്ടാവുക. ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഭൂമി ലാഭം, കുറേ കാലങ്ങളായിട്ട് ആഗ്രഹം ഉണ്ടാവും ഭൂമി വാങ്ങിയിട്ട് വീട് വയ്ക്കണം എന്നൊക്കെ. അതേപോലെ തന്നെ ഉദ്യോഗലബ്ധി ഒക്കെ സാധ്യമായിട്ട് വരുന്ന ഒരു വർഷമാണ്. ഗൃഹത്തിൽ സന്തോഷം, സമാധാനം ഉണ്ടാവുകയും സൽകീർത്തി, വിവാഹാദി മംഗളകർമ്മസിദ്ധി ഉണ്ടാവുക, തീർത്ഥാടന യാത്രകൾ നടത്തുക, ബിസിനസ്സിൽ വിജയങ്ങളുണ്ടാവുക, സാമ്പത്തികമായിട്ട് പുരോഗതികൾ, കർമാഭിവൃദ്ധി, പൊതുജന സഹായങ്ങൾ, ബന്ധുജന സഹായങ്ങൾ, വർഷാവസാനത്തേക്ക് വരുമ്പോൾ ചില മാനസിക പീഡകൾ, ദേഹാരിഷ്ടതകൾ, അമ്മയ്ക്ക് രോഗങ്ങൾ, ഇതൊക്കെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വിശേഷം കോടതി വ്യവഹാരാദികൾ നിമിത്തം കഷ്ടതകൾ, അതേപോലെ തന്നെ ശത്രുപീഠകൾ, ഇതൊക്കെ ഈ ഒരു വർഷം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവനവൻ്റെ ജാതകപ്രകാരം ദശയിലും അപഹാരത്തിലും ഛിദ്രത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാകാമെങ്കിലും ഈ പൊതുവെ ഒരു വർഷത്തെ ചാരഫലം വിലയിരുത്തിയതിൽ ഈ വക കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. അനുഭവിക്കാൻ സാധ്യതയുള്ള വിശേഷങ്ങൾ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ദോഷശാന്തിക്കായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം, നവഗ്രഹ പൂജയിൽ രാഹുപൂജ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തി, രാഹു സങ്കേതങ്ങളിൽ, അതായത് സർപ്പക്കാവുകളിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക, ശിവനെ നന്നായിട്ട് ഭജിക്കുക, ഇതൊക്കെ ചെയ്യാം. അവനവൻ്റെ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് വിലയിരുത്തി എന്തെങ്കിലും തരത്തിലുള്ളതായ ന്യൂനതകളൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ ഉത്തമ ദൈവജ്ഞന്മാരിൽ നിന്ന് നമ്മളത് ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് വേണ്ട വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ കഷ്ടതകൾക്കൊക്കെ നല്ല രീതിയിൽ സമാധാനം ഉണ്ടാവും. പിന്നെ അവനവൻ്റെ, ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെ അവനവൻ്റെ പ്രവൃത്തികൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നല്ലത് തന്നെയല്ലേ എന്നുള്ളതൊരു 2 വട്ടം 3 വട്ടമൊക്കെ ഒന്ന് വിലയിരുത്തി പ്രവർത്തിക്കാം. അപ്പോൾ കുറച്ചൊക്കെ കഷ്ടകാലങ്ങൾ നമുക്ക് അങ്ങനെ നീക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തുലാക്കൂറുകാർക്ക് പൊതുവെ കുറച്ച് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരും. പിന്നെ അവനവൻ്റെ കുടുംബ പശ്ചാത്തലത്തിനനുസരിച്ചിട്ടും ധർമ്മദൈവാദി വിഷയങ്ങളൊക്കെയായി ബന്ധപ്പെടുത്തിയിട്ടും പൂർവികമായിട്ടുണ്ടായ ചില കാര്യങ്ങളെ കൊണ്ടൊക്കെ പല വ്യത്യാസങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ ജാതകം ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ ഫലത്തിൽ തന്നെ അഷ്ടവർഗ ബിന്ദുക്കളിൽ ഗുണാധിക്യവും ദോഷാധിക്യമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവാം. അപ്പോൾ എന്തായാലും ശരി, ഇത് അനുഭവത്തിൽ വരുന്ന ഫലങ്ങളായിരിക്കും ഈ ഒരു വർഷം. അപ്പോൾ അതുകൊണ്ടാണ് അത്തരം വിശേഷങ്ങൾ എണ്ണിയാൽ വിരലിൽ എണ്ണാവുന്ന ഫലങ്ങൾ മാത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉദ്യോഗ ലബ്ധി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും ആ വക കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് കൂടാതെ വന്നു ചേരുക. വിദേശയാത്ര, അതേപോലെ തന്നെ വിദ്യാപരിജ്ഞാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഹയർ സ്റ്റഡിയൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടാണ്. PhD ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുക, അങ്ങനെ അത്തരം ലെവലിലെത്തണം. അതിനൊക്കെ സാധ്യതയുള്ള വർഷങ്ങളാണ്. അപ്പോൾ അവനവൻ്റെ മോഹം പൂവണിയാൻ പൊതുവേ ഈ തുലാക്കൂറുകാർക്ക് പൊതുവേ ഈ ഒരു ചിങ്ങമാസം മുതൽ വരുന്ന കർക്കിടക മാസം 31-ാം തീയതി വരെയ്ക്ക് സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ്. അത്യാവശ്യം ഒരു നല്ല കാലമായിട്ട് തന്നെ നമുക്ക് തന്നെ വിലയിരുത്തും ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ തുലാം രാശിക്കാർക്ക് തരാനുള്ളതായ ഉപദേശം. അപ്പോൾ ഒരു നല്ല ദിനം ആശംസിക്കുന്നു എല്ലാവർക്കും. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.